മലബാറിൻ്റെ നാടൻ രുചി അറിയാൻ ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് കോഴിക്കോട് കിച്ചണിലാണ്. അങ്ങനെ കാലിക്കറ്റ് കിച്ചണിലെത്തി. ഇനി ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഡിഷ് എന്താണെന്നും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കിവിടെ ചോദിച്ചറിയാം. എക്സ്ക്യൂസ് മീ. ഹായ് ചേച്ചി. ചേച്ചിയാണ് ഇവിടുത്തെ മാനേജർ അല്ലേ? ഞാൻ മാത്രമല്ല, എൻ്റെ സിസ്റ്റേഴ്സും കൂടെ ഉണ്ട്. ഓക്കെ. എത്ര സിസ്റ്റേഴ്സാ? 3 ആളുണ്ട്. 3 പേര്. അപ്പം നിങ്ങൾ 4 സിസ്റ്റേഴ്സ് ഒരുമിച്ചാണ് മാനേജിങ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ കാലിക്കറ്റ് കിച്ചൺ റൺ ചെയ്യുന്ന 4 സ്മാർട്ട് ആയിട്ടുള്ള 4 ലേഡീസാണ്, 4 സിസ്റ്റേഴ്സ്. അപ്പോൾ അവരെയും കൂടെ വിളിച്ചാലോ? നമുക്ക് അവരെയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമുക്ക് ആദ്യം എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. പേരൊന്ന് പറയോ? ദാരി മുസ്തഫ. ഓക്കെ. ഷാഹിന. സുഹാന. മുഷറ ഷംസു. ഓക്കെ. സോ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത്, ഇവിടെ കുറേ കാര്യങ്ങൾ ഇവിടെ ഈ സ്ഥലത്തിനെ കുറിച്ച് ഞാൻ കേട്ടു. തുടങ്ങിയിട്ട് 1.5 വർഷം ആയിട്ടില്ലെങ്കിലും ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സ്ഥലമാണ് കാലിക്കറ്റ് കിച്ചൺ. സോ ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷ് എന്താണെന്ന് അറിഞ്ഞിട്ട് അത് കഴിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഇവിടുത്തെ ഡിഷുകളെ കുറിച്ചൊന്ന് പറയാം, ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസിനെ കുറിച്ചും. ഇവിടെ എല്ലാം സ്പെഷ്യലായിട്ട് ചെയ്യുന്നതാണ്, മറ്റ് റെസ്റ്റോറൻറ്റുകളിൽ കിട്ടാത്ത ഐറ്റം. അതിൽ ചില മട്ടൺ ലെഗ്. അപ്പോൾ ചേച്ചി, ഈ മട്ടൺ മാത്രമാണോ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി? മട്ടൺ മാത്രമല്ല, ഫുൾ ചിക്കൻ നിറച്ച് പൊരിച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ട്. മസാല ഒക്കെ ചേർത്തിട്ട് നല്ലൊരു ഐറ്റമാണ്. ഐറ്റത്തിൻ്റെ പേരെന്താ? ഫുൾ ചിക്കൻ നിറച്ചത്. ഫുൾ ചിക്കൻ നിറച്ചത്. അങ്ങനെ ഒരു. അപ്പൊ ഇതൊക്കെ കഴിക്കാൻ ഇനി ഞാൻ വേറൊരു ദിവസം വരും. എന്തായാലും വരണം. ഓക്കെ. അപ്പൊ എന്തായാലും തൽക്കാലം നമുക്കിന്ന് എനിക്ക് ഒരു സാധനത്തിനുള്ള സ്പേസേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് മട്ടൺ ലെഗ് ഉണ്ടാക്കാം. മട്ടൺ ലെഗ് മാത്രമേ ഉള്ളൂ, വേറെ ലിവർ ചുക്കുണ്ട്. പിന്നെ സ്നാക്സ് ഐറ്റം ആണെങ്കിൽ, സ്നാക്സ് ഐറ്റത്തിലാണെങ്കിൽ കായ്കൃതുണ്ട്. പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ളത് ചിക്കൻ സർക്ക എന്ന് പറഞ്ഞ ഐറ്റം OLS ആണ്. ഓക്കെ. പക്ഷേ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന പോലെ തന്നെ ടേസ്റ്റും കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്കിന്നൊരു മട്ടൺ ലെഗ് വെച്ചിട്ട്, അത് ഇത്രയും കാണില്ലേ ലെഗ്? ഇത്രയും 1.5 kg. 1.5 kg മട്ടൺ ലെഗ് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയണ്ടേ. സോ നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. അപ്പം നമ്മൾ കിച്ചണിൽ എത്തിക്കഴിഞ്ഞു. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൺ ലെഗ് കറിയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? കുറേ സാധനങ്ങളുണ്ട്, നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. മട്ടൺ ലെഗ് അതാണല്ലോ മെയിൻ. അതില്ലാണ്ട് മട്ടൺ ലെഗ് കറി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. മട്ടൺ ലെഗ് ഒരു മിനിറ്റ് കാണിച്ചു കൊടുക്കട്ടെ. ഇത് എത്രയും വലിയൊരു കാലാണെന്ന്. ഇത് എത്ര? 1 കിലോ? 1.5 ഉണ്ട്. 1.5 കിലോ. 1.5 കിലോയുടെ കാലാണ്. അപ്പം അതിനുള്ള അളവാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇത് ഒരു മട്ടൺ ലെഗ്. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ: സവാള, ടൊമാറ്റോ, മല്ലിയില, പുതിനയില, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കോക്കനട്ട് ഓയിൽ, പിന്നെ ഉപ്പ്, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഉലുവ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. പിന്നെ വെള്ളം ആവശ്യത്തിന്. ഇതിപ്പോൾ വേവിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ലാസ്റ്റ് മസാലയിലിട്ട്? ആദ്യം നമ്മളിത് ബോയിൽ ചെയ്തെടുക്കും. മട്ടൻ്റെ ലെഗ് ബോയിൽ ചെയ്തെടുക്കും. എത്ര സമയം വേണ്ടി വരും? അതൊരു 20 മിനിറ്റ്. 20 മിനിറ്റ് വെള്ളത്തിൽ വെറുതെ ഇട്ട് ബോയിൽ? അല്ല, വെള്ളത്തിന്റെ കൂടെ മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഉപ്പ് എല്ലാം ചേർത്ത് വേവിച്ചെടുക്കും. ഓക്കെ. അപ്പൊ ഇങ്ങനെ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് അടുപ്പ് കത്തിക്കാം. ഓക്കെ. നമുക്ക് ഇതിനായിട്ട് ലെഗ് ഇതിൽ കൊള്ളുന്ന അത്രയും വലിയൊരു പാത്രം. അപ്പോൾ ഒരു വലിയ പാത്രത്തിലാണ് നമ്മൾ ആദ്യം ലെഗ് വേവിക്കാൻ പോവാണ്. അതിങ്ങനെ കടന്ന് വേവണം. ഓക്കെ. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഇതിപ്പോൾ എത്രയാണ്? ആവശ്യത്തിന് വെള്ളം അല്ലേ? ലെഗ് വേവാനുള്ള വെള്ളം വേണം. ഓക്കെ. അപ്പം ലെഗ് മുങ്ങിക്കിടക്കണം വെള്ളത്തിൽ? അത്യാവശ്യം മുങ്ങിക്കിടക്കണം. അത്യാവശ്യം മുങ്ങിക്കിടക്കുന്ന അത്ര മതിയോ? മതി. ഓക്കെ. അപ്പം നമ്മൾ ഇനി ലെഗ് വെള്ളത്തിലിടുവാണ്. അത്യാവശ്യം ലെഗ് മുങ്ങിക്കിടക്കുന്ന അളവാണ് വെള്ളത്തിന് വേണ്ടത്. അത്രയും വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. മല്ലിപ്പൊടി ഒരു 3 സ്പൂൺ. ഇത് 3 സ്പൂൺ അല്ലേ? അപ്പോൾ 3 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. മതിയോ? മതി. മുളക് പൊടി അടുത്തതായിട്ട്. മുളക് പൊടിയും ഒരു 3 സ്പൂൺ. ഓക്കെ. അപ്പം നല്ല എരിവാണല്ലേ ഇതിന്? 3 സ്പൂൺ ഇത്രയും
ഇതിനായിട്ട് മാത്രം. ഓക്കെ. പിന്നെ മഞ്ഞൾപ്പൊടി. അപ്പം മഞ്ഞൾ ഹാഫ് ഇട്ടിട്ടുള്ളൂ. മല്ലിപ്പൊടിയും മുളക് പൊടിയും 3 സ്പൂൺ വീതം ഇട്ടു നമ്മൾ. ഇനി ജീരകപ്പൊടി. ജീരകപ്പൊടി എത്രയാണ്? 1 സ്പൂൺ. ഇത്രയും മതി. മതി. അപ്പോൾ 1 സ്പൂൺ ജീരകം. ഇനി ഉപ്പുപൊടി 2 സ്പൂൺ ഉപ്പുപൊടി. 2 സ്പൂൺ അല്ലേ? അപ്പോൾ 2 സ്പൂൺ ഉപ്പ്. അതിൻ്റെ ഹാഫ് മതി. കുറച്ചുകൂടെ 2 സ്പൂൺ ഉപ്പ്. ഓക്കെ. പിന്നെ ഇത് നമ്മൾ വേവാനായിട്ട് വെക്കണം. ആദ്യമായിട്ടാണ് എന്നെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്ന ഒരു എപ്പിസോഡ്. എനിക്കിഷ്ടമായി. ഓക്കെ. ഇത് വേവാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഇത്രയാണ്. വെള്ളത്തിൽ നമ്മൾ നമ്മുടെ മട്ടൻ ലെഗ് ഇട്ടു, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി. അപ്പോൾ ഈ സാധനങ്ങൾ ഇട്ടു. ഇനി നല്ലപോലെ ഒന്ന് വേവട്ടെ. അതിനൊരു 20 മിനിറ്റോളം എടുക്കുക. അപ്പോൾ ഇത് അടച്ചു വെച്ചും വേവിക്കാം. ഓക്കെ. അപ്പോൾ ഇത് ഇനി എത്ര? 20 മിനിറ്റ് അല്ലേ? 20 മിനിറ്റ് എടുക്കും. ഞങ്ങൾ മട്ടനിലേക്ക് മാറ്റി വെച്ചു, ബിക്കോസ് അത് എന്തായാലും അവൻ കുറച്ച് 20 മിനിറ്റോളം എടുക്കും. അപ്പം അതിൻ്റെ ഇടയിൽ ഈ മട്ടൻ വേണ്ട മസാല കൂട്ട് തയ്യാറാക്കാം. അതെ, തയ്യാറാക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കുക. ആദ്യം ഒരു പാത്രം വേണം, പിന്നെ അടുപ്പ് കത്തിക്കണം. ഓക്കെ. ആദ്യമായിട്ട് വെളിച്ചെണ്ണ എടുത്ത് ഇതിലേക്ക് ഒഴിക്കാം. വെളിച്ചെണ്ണ എത്രയാണ്? അത് നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം. അതുകൊണ്ട് ആദ്യം മുഴുവൻ എടുക്കാം. ഇതിന് ഇത്രയും എണ്ണേൻ്റെ ആവശ്യമില്ല. ഉള്ളി ഫ്രൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എണ്ണ ചേർക്കുന്നത്. അല്ല, ഉള്ളി ഫ്രൈ ചെയ്യാൻ കുറച്ചധികം വേണം. ഓക്കെ. ഇത് എത്ര ഉള്ളിയാണുള്ളത്? 1/2 കിലോ സവാള ഉണ്ട്. ഓക്കെ. ഇത് ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ മൊരിഞ്ഞ് കിട്ടും. ഗോൾഡൻ കളർ ആവുമ്പോൾ ബിരിയാണിയുടെ മുകളിലൊക്കെ ഡെക്കറേഷൻ ചെയ്യുന്ന പോലെ. അപ്പൊ ആ ഒരു പരുവാവാനാണ് നമ്മൾ ഇത്രയും എണ്ണ ഒഴിച്ചത്, വെളിച്ചെണ്ണ ഒഴിച്ചത്. ഫ്രൈ ചെയ്യുകയാണ് നമ്മൾ. ഓക്കെ. അപ്പം അതിനിടയ്ക്ക് നമുക്ക് ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. നമ്മൾ സാധാരണ സ്ത്രീകൾ ഹോട്ടൽ നടത്തുന്നതായിട്ട് ഞാൻ അധികം കാണാറില്ല. പക്ഷെ ഇതിപ്പം ഭയങ്കര ഒരു യുനോ ഡിഫറെൻ്റ് ആണിത്. അപ്പം ഇതിൻ്റെ കാര്യങ്ങൾ പറയാം, ചേച്ചിയുടെ എക്സ്പീരിയൻസ്. നിങ്ങൾ 4 സിസ്റ്റേഴ്സ് കൂടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ സഹായത്തിന് ആങ്ങളമാർ, സഹോദരന്മാരുണ്ട്. അവർ 15 വർഷമായിട്ട് കാറ്ററിംഗ് ഫീൽഡിലാണ്. അപ്പോൾ ആദ്യം വീട്ടിൽ നിന്നും കാറ്ററിംഗിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഐറ്റമൊക്കെ വീട്ടിൽ നിന്ന് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ ഇങ്ങനെ ഒരു ഇത് ആ ഒരു പരിചയത്തിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങി. ഇപ്പോൾ 1.5 വർഷമായി ഇവിടെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട്. അപ്പം നമുക്ക് അവരെ വിളിക്കാം. അവർ ഇടയ്ക്ക് ഇവർ നോക്കാൻ വരുന്നുണ്ട് ഇതുവരെയായി നമ്മളുടെ കറി സക്സസ് ആണോ എന്നൊക്കെ നോക്കാനായിട്ട്. ഇവർ എല്ലാവരും ബിസിയാണ്, ബിക്കോസ് ഇവരാണ് ഇതെല്ലാം നോക്കി നടത്തുന്നത്. ഇത് ഭയങ്കര പ്രൈം ടൈമിലാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ ഇടയ്ക്കിടയ്ക്ക് കിച്ചണിൽ പോയി നിൽക്കുന്നു, നോക്കുന്നു, ഇന്നോ സൂപ്പർവൈസ് ചെയ്യുന്നു. അപ്പം നമ്മളുടെ ഇത്താത്തമാരെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഇവരുടെ അടുത്ത് ഒരു കാര്യം കൂടി ചോദിക്കാം. ഇവിടെ ഏറ്റവും കൂടുതൽ കഴിക്കാൻ വരുന്നത് എങ്ങനത്തെ ആൾക്കാരാണ്? ലൈക്ക് കാലിക്കറ്റ് നിന്നുള്ളവരാണോ? പുറത്തു നിന്ന് വരുന്നവരുണ്ട്, മലപ്പുറത്ത് നിന്നും കണ്ണൂരിൽ നിന്നും അങ്ങനെയുള്ളവർ പ്രത്യേക വരുന്നവരുണ്ട്. ഓക്കെ. പിന്നെ ഫോറിനേഴ്സ് ഉണ്ട്. ഫോറിനേഴ്സ് ഒക്കെ വരുമ്പോൾ എന്താണ് ഓർഡർ ചെയ്യുന്നത്? അത് നാടൻ തന്നെയാണ് ചോദിക്കുന്നത്. നാടൻ, പിന്നെ അറേബ്യൻ ചോദിക്കുന്നത്. അവർക്ക് പക്ഷേ എരിവ് പറ്റില്ല, അങ്ങനെയൊക്കെ. അതിന് അറേബ്യൻ ഫുഡ് ചോദിക്കും. ഓക്കെ. അപ്പോൾ വേറൊരു കാര്യം, ഇവിടെ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യുന്നത് എല്ലാ സ്ഥലങ്ങളിലും അവരുടെ മെയിൻ സ്പെഷ്യൽ ഡിഷ് എന്നായിട്ട് ഒരെണ്ണം ഉണ്ടാവുമല്ലോ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച് വാങ്ങിക്കുന്നത്, അതിനായിട്ട് തന്നെ വരുന്നവരുണ്ടല്ലോ. എന്താണ്? കണ്ണുപത്തിരി, അരിപ്പത്തിരി. ഓക്കെ. മട്ടൻ ലെഗ്, ഫുൾ ചിക്കൻ നിറച്ച് പൊരിച്ച്. ഫുൾ ചിക്കൻ നിറച്ച് പൊരിച്ച്, എന്നിട്ട് വിത്ത് മസാല. വിത്ത് മസാല. അതിൽ ഓയിൽ ഇല്ലാത്ത സാധനമാണോ? അത് ചിക്കൻ സർക്ക. ചിക്കൻ ഇല്ലാതെ. ഓക്കെ. ഇത്രയും സാധനങ്ങളുണ്ട്. നിങ്ങൾ എല്ലാവരും ഇവിടെ ഒന്ന് വരണം കേട്ടോ. ഇത്രയും കണ്ട സ്ഥിതിക്ക് ഇനി വരാണ്ടിരുന്നാൽ ശരിയാവില്ല. ഇത് കഴിച്ചാൽ ഇനി അങ്ങോട്ട് തീരെ വരാതിരിക്കാൻ തോന്നൂല. അപ്പോൾ എന്തായാലും ഈ ഉള്ളി വറുത്തെടുക്കാൻ കുറച്ച് സമയം എടുക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ ഇവരെ ഞാൻ ഒരു കാര്യം ചെയ്യാനായിട്ട് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇവരെ കൊണ്ട് ഞാൻ ഒരു മാപ്പിളപ്പാട്ട് പഠിപ്പിക്കാൻ പോവാണ്. കഷ്ടപ്പെട്ട് കുറേ അപേക്ഷിച്ചു. എന്നിട്ട് അവരൊരു പാട്ട് കണ്ടുപിടിച്ചു. പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി.
നമ്മുടെ ഉള്ളി നല്ലപോലെ ഗോൾഡൻ കളറായി കഴിഞ്ഞു. ഗോൾഡൻ കളറായി നല്ല ഫ്രൈ ആയി നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു ചേച്ചി. ഇനി എന്താ ചെയ്യാനുള്ളത്? ഇനി നമുക്ക് മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഡെക്കറേഷനും കുറച്ച് ടേസ്റ്റിനും ആവശ്യമായിട്ടുള്ളത്. ഓക്കെ. അപ്പം ഒരു ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഈ സെയിം എണ്ണയിൽ തന്നെ ഇട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് അല്ലേ? ഇനി മസാല ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ലല്ലേ നമ്മൾ? ഇനി അടുത്തതായിട്ട് മസാല ഉണ്ടാക്കാനാണ്. അപ്പം ഈ ഉള്ളി എന്തിനാ? ഇത് മസാലയ്ക്ക് വേണ്ടിയാണോ? അതെ, അത് ലാസ്റ്റ് മസാലയിൽ ചേർക്കാനുള്ള, മസാലക്കൂട്ടിൽ ചേർക്കാനുള്ളതാണ്. ഇത് ലാസ്റ്റ് ആണ്. അപ്പൊ ഗാർണിഷ് ചെയ്യാനുള്ള മുന്തിരിയും അണ്ടിപ്പരിപ്പും നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് നമ്മൾ മസാല ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നേരത്തെ യൂസ് ചെയ്ത അതേ വെളിച്ചെണ്ണ കുറച്ച് കൂടുതലുണ്ടായിരുന്നല്ലോ, അപ്പം അത് നമ്മൾ മാറ്റി വെച്ച് ഒരു 2 സ്പൂൺ എണ്ണ, അതായത് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ അതിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കുവാണ്. അപ്പൊ എണ്ണ ചൂടായി അതിലേക്ക് തക്കാളി ചോപ്പ് ചെയ്ത് വെച്ച തക്കാളി. ഓക്കെ. ഇതൊരു 4-5 തക്കാളി അല്ലേ? വലിയ തക്കാളി. അപ്പം ചേച്ചി, നമ്മുടെ മട്ടൺ ലെഗ് കണ്ടിട്ട് കുറെ നേരം ആയല്ലോ. വെന്തോണ്ടിരിക്കുകയാണ്. കാണാൻ കൊതിയാവുന്നു. ഇപ്പം വരും. അതിൽ പക്ഷെ നമ്മൾ വേറെ ഒന്നും ഇട്ടില്ല, വെള്ളത്തിലിട്ട് നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജീരകപ്പൊടി എല്ലാം ചേർത്ത്, ഗരം മസാല ഇതെല്ലാം ചേർത്ത് നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ആയോന്ന് നോക്കാൻ ഒരു ഇത്ത പോയിട്ടുണ്ട്. പിന്നെ ഈ തക്കാളി പതുക്കെ വഴറ്റി എടുക്കണം അല്ലേ? ഇതിൽ ലേശം ഉലുവ, 1/2 ടീസ്പൂൺ ഉലുവ. ഇത് പൊടിക്കാത്ത ഉലുവയാണല്ലേ? 1/2 ടീസ്പൂൺ ഉലുവ. 1/2 ടീസ്പൂൺ ഉലുവ ഇടുവാണ്. ഇപ്പൊ നമ്മൾ ഇതിലിപ്പോ തക്കാളിയും ഉലുവയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഉപ്പുപൊടി ഇതിൽ ചേർത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പൊ ഉപ്പിടാം അല്ലേ? പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇത്ര കുറച്ചും കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടുക. ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, കറിവേപ്പില, പുതിനയില. ഓക്കെ. അപ്പൊ ആദ്യം പച്ചമുളക് ഇടട്ടെ. എത്ര ഇത്? 3-4 എരിവിനനുസരിച്ചല്ലേ? നമ്മൾ മുളക് പൊടി ചേർക്കും ഇതിൽ. പച്ചമുളക് ഒരു 5 ഒരു 5 പച്ചമുളക്. 5 പച്ചമുളക്. പിന്നെ പുതിനയില, മല്ലിയില. ഓ, ഇത് ഇവിടെ ഉണ്ടല്ലേ? മല്ലിയില എത്രയാ? മല്ലിയില ടേസ്റ്റ് കൂട്ടുന്ന സാധനമാണ്, അതുകൊണ്ട് കുറച്ചധികം ഇടാം. ഓക്കെ, മതി. ഓക്കെ, മല്ലിയില ആവശ്യത്തിനിടുക. ഇനി പുതിനയില. ഇത് ഇല മാത്രമല്ലേ? ഇത് തണ്ടിട്ടാൽ കുഴപ്പമൊന്നുമില്ല. 2 തണ്ട് മാറ്റി വെച്ച് ബാക്കിയിട്ടാൽ. പുതിനയില ഇടുവാണ്. ഇനി കറിവേപ്പില. കറിവേപ്പിലയും കറിവേപ്പില ഒരു 3 തണ്ട് ഇട്ടു അല്ലേ? മതിയോ? ഇനിയും വേണോ? മതിയല്ലോ. മതി. ഇനി ഇഞ്ചി, വെളുത്തുള്ളി ഒരു ചതച്ച് വെച്ചിരിക്കുകയാണ് അല്ലേ? ഓക്കെ. 3 ടീസ്പൂൺ. 3 ടീസ്പൂൺ വെളുത്തുള്ളി, 2 ടീസ്പൂൺ ഇഞ്ചി. ഇത് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇഞ്ചി. ഇത് 2 ടീസ്പൂൺ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇത്ര നേരം നമ്മൾ ഇട്ടത് തക്കാളിയുടെ കൂടെ നമ്മൾ ഇട്ടത് ഉലുവ, പച്ചമുളക്, പുതിനയില, മല്ലിയില, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പുപൊടി. ഇത്ര ഇട്ട് നല്ലപോലെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിലിപ്പോൾ എന്തായാലും നമ്മൾ തക്കാളി സാധനങ്ങളൊക്കെ ഇട്ടു. ഇനി പൊടികൾ ഇടാണ്. മസാലക്കൂട്ട്. ആദ്യം ഗരം മസാല കുറച്ച്
കുറച്ച് മതി, കുറച്ച് അത്രയും അത്രയും വേണ്ട. ലേശം കൂടെ 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ടു. ആ പിന്നെ മുളക് പൊടി ഒരു 3 സ്പൂൺ. 3 സ്പൂൺ അല്ലേ? 1 മതി. കുറച്ചുകൂടെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട്. ഇപ്പം നേരത്തെ നമ്മൾ പച്ചമുളക് ഇട്ടു, ഇപ്പം മുളക് പൊടി ഇട്ടു. അപ്പം എരിവിന് ഗരം മസാല ഇട്ട്. ഓക്കെ. ഇനി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എത്ര? ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിട്ട്. അപ്പം നമ്മൾ ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് 3 നമ്മൾ. ഇതിൻ്റെ ഗ്രേവിക്ക് മല്ലിപ്പൊടിൻ്റെ ആവശ്യമില്ല. ഓക്കെ. മസാലയായി. നമ്മൾ മട്ടൺ എടുത്തോണ്ട് വന്നു. മട്ടണിനെ നോക്കുവാണെങ്കിൽ കാണാം ഒന്ന് ചുരുങ്ങി പോയിട്ടുണ്ട്. ബിക്കോസ് ആ വേവും തോറും കുറയും. ഓക്കെ. അപ്പം നമ്മൾ നേരത്തെ കണ്ട പോലെയല്ല, ഇപ്പം നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞു. ഈ മസാലയിലേക്ക് നമ്മൾ മട്ടൻ്റെ സ്റ്റോക്ക് കുറച്ച് ചേർക്കാം. ഓക്കെ. മട്ടൺ വേവിച്ച വെള്ളം തന്നെയാണ്, ആ സ്റ്റോക്ക് തന്നെയാണ് നമ്മൾ ഈ മസാലയിലേക്ക് ഒഴിക്കുന്നത്. അത് എത്ര? ഒരു 1/2 ഗ്ലാസ്, 1 കപ്പ്. ഓക്കെ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതിലും കുറച്ച് മട്ടൻ്റെ സ്റ്റോക്ക് ചേർക്കാം. ഇതിലേക്കാണ് നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്യും. ഓക്കെ. അതിലും മട്ടൺ സ്റ്റോക്ക് ഒഴിക്കുവാണ്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി മസാലയിലേക്ക് ചേർത്ത് രണ്ടും കൂടെ മിക്സ്. ഇത് മുഴുവൻ അപ്പം ചേർക്കുമല്ലേ നമ്മൾ? മുക്കാൽ ഭാഗത്തോളം. ഓക്കെ. അപ്പം ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാൻ പോവാണ്. ഇത് എത്രയാ? ഓക്കെ. ഇപ്പം പകുതി ചേർത്തിട്ട് ബാക്കി ഗാർണിഷ് ചെയ്യാൻ വെക്കുവാണ്. മതിയോ? അങ്ങനെ ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു മസാല. പക്ഷെ ഇത് ക്രിസ്പിനെസ് പോവോ? കുറച്ച് ഇത് കഴിക്കുമ്പോൾ അറിയാൻ പറ്റും. ഇനി നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്യണം. അപ്പോൾ ഈ മസാലയൊക്കെ അങ്ങോട്ട് പിടിക്കാനൊക്കെ ആയിട്ട് കുറച്ച് നേരം. ഇത് എത്ര? ഒരു 10 മിനിറ്റ്, 5 മിനിറ്റ്. അപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ട്. എല്ലാം റെഡിയായി അല്ലേ? റോസ്റ്റ് ഒക്കെ ആയി കഴിഞ്ഞു. പിന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ടേസ്റ്റിങ്ങിലേക്ക് കിടക്കാം. അപ്പം മുഴുവൻ മാറ്റി കഴിഞ്ഞു. ഇതിൻ്റെ മസാല മുഴുവൻ നമ്മൾ മുകളിലിട്ടു. ഇനി ഗാർണിഷ് ചെയ്യാൻ നേരത്തെ പൊരിച്ചു വെച്ച ഉള്ളിയുടെ ബാക്കി നമ്മൾ അതിൻ്റെ മുകളിലിടുവാണ്. അപ്പോൾ നമ്മുടെ മട്ടൺ ലെഗ് റോസ്റ്റ് റെഡിയായി, തയ്യാർ. ഓക്കെ. നമ്മൾ ഫുൾ ഗാർണിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. ഫാന്റാസ്റ്റിക്. ഇത്രയും സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. ആൻഡ് ദ മസാല ഇസ് ജസ്റ്റ് റിയലി നൈസ്. നമ്മുടെ മേലിട്ടില്ലേ ആ ക്രിസ്പി ആയിട്ടുള്ള ഉള്ളി, ഇറ്റ്സ് റിയലി ടേസ്റ്റി.